ഹായ്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കറിവേപ്പിനെ ഈ പിക്കിൽ കാണുന്നത് പോലെയുള്ള ഇലപ്പുള്ളി രോഗം ബാധിച്ചാൽ അതെങ്ങനെ മാറ്റിയെടുക്കാം? എൻ്റെ കറിവേപ്പിനും ഇതുപോലെയുള്ള അസുഖം വന്നിരുന്നു. ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ ആ രോഗം മാറ്റിയെടുത്തു. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഈ ചെടിയിൽ ഒരു ഇല പോലും ബാക്കി നിൽക്കാതെ എല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ഒരു ഇല പോലും വയ്ക്കാതെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്യുന്നതിന് ഒരു 2 ദിവസം മുൻപ് തന്നെ ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ നാരങ്ങയുടെ തൊലി അരിഞ്ഞ് ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വേണം ഇതുപോലെ ഇലകളെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അതിനുശേഷം ആ നാരങ്ങയുടെ തൊലി ഉൾപ്പെടെ തന്നെ ആ വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കണം. ഇതെല്ലാം ഞാൻ മുന്നേ ചെയ്തതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിന് ഒരു 2 ദിവസം മുൻപ് നാരങ്ങയുടെ തൊലി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം എല്ലാ ഇലകളും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അന്ന് തന്നെ ആ വെള്ളം അതിലൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ചെറിയ തളിരുകൾ വന്നു തുടങ്ങും. കണ്ടില്ലേ, ചെറിയ ഇലകളുടെ തളിരുകൾ വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് വളം കൊടുക്കാം. ഒരുപാട് വളങ്ങളൊന്നും കറിവേപ്പിന് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. നന്നായി ട്രീറ്റ് ചെയ്ത മണ്ണിൽ കുറച്ച് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്തിട്ടുണ്ട്. അതാണ് ഞാൻ വളമായിട്ട് നൽകുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ ചുവടൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിഴുതു മാറ്റണം. എന്നിട്ട് വേണം വളം കൊടുക്കാനായിട്ട്. അതിനുശേഷം നനച്ചു കൊടുക്കാം. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം നാരങ്ങയുടെ വെള്ളം ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് ഇലകളുടെ തണ്ടിലും ഇലകളിലും ചുവട്ടിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല ഇലകൾ വരും. പിന്നീട് ആ ഇലപ്പുള്ളി രോഗം ഈ ചെടിയെ ബാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ 100% റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്